ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ്. എല്ലാവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ രാവിലത്തെയും രാത്രി വരെയുള്ള ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അങ്ങനെ രാവിലെ തന്നെ ഞാൻ 5:30 എണീറ്റ് അരിയടുപ്പ് ഇട്ടിട്ടുണ്ട്. ഒരുവിധം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവും പഴവുമാണ്. അങ്ങനെ മക്കൾക്കും ഇക്കാക്കൊക്കെ പൊതിച്ചോറും ലഞ്ചുമൊക്കെ കൊണ്ടുപോകേണ്ടതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. കൂമ്പും പയറും വെക്കാൻ വേണ്ടി ചെറുപയർ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. കിഴങ്ങ് മെഴുക്കുവരട്ടിയും നെത്തോലി ഫ്രൈയും കൂമ്പും പയറും തോരനും ആണ് ഇന്നത്തെ പൊതിച്ചോറിൻ്റെ സ്പെഷ്യൽ. ഉപ്പുമാവിന് വേണ്ടി ഞാൻ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് റവ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് ഒരുവിധം റെഡി ആയിട്ടുണ്ട്. അതിനോട്ട് ഇനി ഇച്ചിരി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണം. ഇടയ്ക്ക് ഈ കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് ആവിയേറ്റി എടുക്കാം. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇളയാൾക്ക് ചമ്മന്തി ഒന്നും പറ്റത്തില്ല. അങ്ങനെ ഇച്ചിരി രസം വെക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്നൊരു രസവും തട്ടിക്കൂട്ടി. അങ്ങനെ നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. രസവും റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെക്കാം. നമുക്കിനി ആ ചട്ടിയിൽ തന്നെ പയറ് തോരനും കൂടെ റെഡിയാക്കി എടുക്കാം. അവന് 8 മണിക്ക് ബസ് വരും. അതിന് മുമ്പ് അവൻ്റെ ലഞ്ച് സെറ്റാക്കിയിട്ടുണ്ട്. രസവും മെഴുക്ക് പുരട്ടി ഇത് മാത്രമേ അവൻ കഴിക്കത്തുള്ളൂ. പിന്നെ സ്നാക്സിന് ബിസ്ക്കറ്റ് കൊടുത്തു വിട്ട് അവനെ കൊണ്ടുവിട്ടിട്ട് വന്നിട്ട് തോരനും അടുപ്പിലാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ റെഡിയായിട്ടുണ്ട്. നമുക്കിനി പൊതിച്ചോറ് റെഡിയാക്കണം. അതിന് മുമ്പ് മൂത്ത ആളുടെ ലഞ്ചും കൂടെ സെറ്റാക്കിയിട്ടുണ്ട്. അവന് പാത്രത്തിലാണ് കൊടുത്തു വിടുന്നത്. അങ്ങനെ അവന് ഉപ്പുമാവ് വേണ്ട, പഴങ്കഞ്ഞി മതിയെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഇന്നലത്തെ ചാളയുടെ ചട്ടി ഇരിപ്പുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ഇന്നത്തെ കറികളും രസവും എല്ലാം കൂടെ ഒഴിച്ച് അവന് കഴിക്കാൻ കൊടുത്ത്. അവന് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ. അങ്ങനെ നമുക്കിനി ഇക്കാടെ പൊതിച്ചോറ് കെട്ടാം. ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ചമ്മന്തി, കൂമ്പും പയറും തോരൻ. ഇക്കാക്ക് നെത്തോലി വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഞാൻ 2 ഉണക്കമീൻ ഫ്രൈ ചെയ്തായിരുന്നു. അങ്ങനെ അതും കിഴങ്ങ് മെഴുക്ക് പുരട്ടിയും 2 ദിവസത്തിന് മുമ്പ് നെല്ലിക്ക ഇട്ടിട്ടുണ്ടായിരുന്നു അച്ചാർ, അതും കൂടെ വെച്ച് നമ്മുടെ പൊതിച്ചോറ് സെറ്റായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരെയും പറഞ്ഞൊക്കെ വിട്ടിട്ട് പിന്നെ മുറ്റം തൂക്കാൻ നോക്കിയപ്പോഴത്തേനും വലിയ കരിയിലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുറ്റം തൂത്തില്ല. അങ്ങനെ റൂമൊക്കെ ഒന്ന് തൂത്തുവാരി സെറ്റാക്കി എടുത്തു. നമ്മുടെ 9:45 10 മണിയായപ്പോഴത്തേക്കും നമ്മുടെ തൂപ്പും കഴിഞ്ഞു. നമുക്ക് രാത്രി അവിയൽ വെക്കണം. അതിന് വേണ്ടി നമുക്ക് ഒരു ചേന ഇവിടെ അയ്യത്ത് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അത് കിളയ്ക്കാൻ വേണ്ടി പോവുകയാണ്. കുറേ കഷ്ടപ്പെട്ടാണത്. ഒരു വേര് അതിൻ്റെ ഓപ്പോസിറ്റ് നിന്നുകൊണ്ട് ഇച്ചിരി പാടുപെട്ടാണ് അത് ഒന്ന് കിളച്ചെടുക്കാൻ പറ്റിയത്. നമുക്കിന്ന് രാത്രി കേരച്ചൂര മീൻകറി വെക്കണം. ഞാൻ ഇന്നലെ ചാളക്കറി വെച്ചത് ഇക്കാക്ക് ഒരുപാട് ഇഷ്ടമായി. അതുപോലെ എനിക്ക് കേര വാങ്ങിച്ച് തന്നിട്ട് പറഞ്ഞ് അതുപോലെ വെച്ച് കൊടുക്കാൻ പറഞ്ഞു. ചോറും അവിയലും കേരച്ചൂര പുളിയും മുളകും വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് ഇതിനകത്ത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഉലുവ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉലുവ, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കൊച്ചുള്ളിയും സവാളയും കൂടെ ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്കിനാണ് ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തത്. നമുക്കിനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും തക്കാളിയും പുളിയും എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കലക്കി ചേർത്ത് തിള വരുമ്പോഴത്തേന് നമുക്ക് മീനിട്ട് കൊടുക്കാം.
നമുക്കിനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അര ടേബിൾ സ്പൂണും പിന്നെ ഒരു ഇച്ചിരി കൂടെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു കണക്കിന് ഉപ്പൊക്കെ ചേർക്കുന്നത്. മുളക് പൊടിയും എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു കണക്കുണ്ട്. ആ രീതിയിലാണ് ഞാൻ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴത്തേനും നമുക്ക് മീൻ പറക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതൊന്ന് തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നിടം വരെയും കുക്ക് ചെയ്തെടുക്കാം. ഉപ്പുണ്ടോ നോക്കിയതാട്ടോ. അങ്ങനെ നമ്മുടെ മീൻ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് കുറച്ച് കരിവേപ്പിലയോ വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം. അതുകൊണ്ടിട്ട് അടച്ച് വെക്കുമ്പോഴത്തേനും അവിടെ ഇരുന്ന് എണ്ണ തെളിഞ്ഞ് റെഡി ആയിക്കോളും. ഇനി നമുക്ക് അവിയലിന് എല്ലാ സാധനങ്ങളും ഒന്നുമില്ല. വെട്ടുമലക്കറിയോ സാധനങ്ങളോ ചേന, ചേമ്പ്, മലക്കറി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മീൻ കറിയൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമുക്കിനി അവിയലും കൂടെ റെഡിയാക്കി എടുക്കാം. അവിയൽ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഇനി അരപ്പ് റെഡിയാക്കി എടുക്കാം. ജീരകവും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അരച്ച് ഇത് പകുതി വേവാകുമ്പോഴത്തേന് നമുക്കിത് അരപ്പങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ അത് ഇളക്കി ചേർത്ത് റെഡിയാക്കി വെക്കുമ്പോഴത്തേക്കിന് നമ്മുടെ അവിയൽ സെറ്റാവും. അവസാനം ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിന് അത് സെറ്റാവും. ഒട്ടും കൂടെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ചോറ് സെറ്റായിട്ടുണ്ട്. ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മീൻകറിയും അച്ചാറും അവിയലൊക്കെ കൂട്ടി എല്ലാവർക്കും ചോറ് കൊടുക്കാം. ഞാൻ ചോറല്ല കഴിച്ചത്, പുട്ടാണ് കഴിച്ചത്. ഈ മീൻകറി നാളത്തേക്കിനാകുമ്പോഴത്തേന് നല്ല സെറ്റായിട്ട് കുറുകി വരും. ഇന്നലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഞാൻ പഴവും പുട്ടുമാണ് കഴിച്ചത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.